Hi guys, welcome back to another video. Shiva here. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു UFO എക്സ്പീരിയൻസിനെ പറ്റിയാണ്. UFO എക്സ്പീരിയൻസ് എന്താണ്? അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ്. ഇപ്പോൾ US ഗവൺമെൻറ് തന്നെ ഇഷ്ടംപോലെ ഫയൽസുകൾ അവർ പബ്ലിക് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കയറി നോക്കാം. നമ്മളെ ചുറ്റും തന്നെ കുറേ ആൾക്കാർക്ക് UFO എക്സ്പീരിയൻസ് ഉണ്ട്. അത് പറയുമ്പോഴത്തേക്കും യു ഡോണ്ട് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അത് വളരെ തമാശയായിട്ട് എടുക്കും. ഇപ്പോൾ റിലീജിയനിൽ ബിലീവ് ചെയ്യാൻ മറ്റേ ദൈവത്തിനെ കണ്ടു, രോഗസൗഖ്യം നേടി, മറ്റേ കൃപാസനം പത്രത്തിൽ പൊതിഞ്ഞ് വെച്ചപ്പോഴത്തേക്കും ചക്കക്കുരു ഡോളറായി മാറി. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ UFO സൈറ്റിങ്ങിൽ വിശ്വസിക്കാൻ നമുക്ക് കുറച്ച് പാടാണ്. കാരണം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയെങ്കിലും 10-20,000 രൂപ മാസം നേടാൻ വേണ്ടി ഓടുന്ന ഓട്ടത്തിൻ്റെ ഇടയിൽ രാവിലെ പോയി അർച്ചനയും കഴിപ്പിച്ച് ദൈവത്തിനെയും കണ്ട് തൊഴുതിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ജീവിക്കുമ്പോൾ നമുക്ക് ഈ UFO എന്ന് പറയുമ്പോഴത്തേക്കും മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതൊരിക്കലും ഇല്ല. ദൈവമുണ്ട്, പക്ഷേ ഏലിയൻസ് ഇല്ല. ദൈവമുണ്ട്, പക്ഷേ ഏലിയൻസ് ഇല്ല. അതെന്ത് വിരോധാഭാസമാണല്ലേ? എൻ്റെ ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലിയൻസാണ്. ഇപ്പോൾ കൃഷ്ണനുണ്ടാവാം, ശിവനുണ്ടാവാം, യേശുക്രിസ്തു ഉണ്ടാവാം. ഇവരൊക്കെ ഏലിയൻസ് ആയിക്കോട്ടെ, ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, നമുക്ക് പറ്റാത്ത പല ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നേടിയ ആൾക്കാരായിരിക്കാം. ഞാൻ 2023 ആണ് എൻ്റെ ഏലിയൻ UFO എക്സ്പീരിയൻസ്. ഒരു ഓർബ്, ഒരു വൈറ്റ് കളർ, ഒരു പ്ലാസ്മ ലൈറ്റ് പോലത്തെ ഒരു പൊക്കത്തിൽ ഒരു ഏകദേശം ഈ ഒരു സൈസിലുള്ള സംഭവം ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷനിൽ പോകുന്നു. പെട്ടെന്ന് സൂം. ആ ഒരു G ഫോഴ്സ് മനുഷ്യന് താങ്ങാൻ പറ്റത്തില്ല. 9 മേലുള്ള G ഫോഴ്സ് ആകുമ്പോഴത്തേക്കും തന്നെ നമ്മളെ കിളി പോകും, നമ്മൾ തീരും, ചപ്പി തീരും, നമ്മൾ തീർന്നു പോകും. ഒരു 10-15 G ഫോഴ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, തീർന്നു, മരിച്ച്. 9 പറ്റൂല, നമുക്ക് 5 പോലും പറ്റൂല. 6-7 ആകുമ്പോഴേ നമ്മളെ ബോധം തീരും. ഫ്ലൈറ്റ് ജെറ്റൊക്കെ ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് 9-10 ആയിക്കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ എങ്ങനെ ഈ ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ പറ്റുന്നത്? അപ്പോൾ ഇൻസ്റ്റൻറ്റ് ആക്സിലറേഷൻ അതിൻ്റെ അകത്ത് ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ കണ്ടു എന്നുള്ളത് സത്യമാണ്. അത് എന്തോ ആയിക്കോട്ടെ, എന്ത് ഫിനോമിനോ ആവാം. ചിലപ്പോൾ അതൊരു ബോൾ ലൈറ്റ്നിങ് ആവാം. എന്താണ് ബോൾ ലൈറ്റ്നിങ്? നല്ലൊരു ലൈറ്റ്നിങ് അടിക്കുമ്പോഴത്തേക്കും സിലിക്കോൺ വേപ്പർ ആയതിനു ശേഷം, അയണൈസേഷന് ശേഷം, പ്ലാസ്മ സ്റ്റേറ്റിലോട്ട് പോയതിനു ശേഷം, അത് കുറച്ച് നേരം അത് പോയതിനു ശേഷം എക്സ്പ്ലോഷനോട് കൂടി പൊട്ടും. അത് വളരെ റെയർ ആയിട്ടുള്ള ഫിനോമിനാണ്. ലൈറ്റ്നിങ്ങിൻ്റെ നാച്ചുറൽ ഫിനോമിനയാണ് ബോൾ ലൈറ്റ്നിങ്. അതിങ്ങനെ മൂവ് ചെയ്യും. അതാണോ കണ്ടത്? ഞാൻ കണ്ടത് ഗോവയിൽ വെച്ചാണ്. ഓൾഡ് ഗോവ നിന്ന് സിർദാവോ റൂട്ടിൻ്റെ ഇടയിൽ ഒരു കാട് ഏരിയയിൽ, അവിടുന്ന് ക്രോസ് ആയിട്ട് പോണ്ട എന്ന് പറയുന്ന ഏരിയയിൽ, അങ്ങോട്ട് പോണ്ട എന്ന് പറയുന്ന ആ പോണ്ട ഏരിയയിലോട്ട് ഈ ഓർബ് പോകുന്നതാണ് ഞാൻ കണ്ടത്. രാത്രി ഒരു 2-2:30 സമയത്തൊക്കെ ആയിരിക്കാം. എനിക്ക് വളരെ വല്ലാത്തൊരു പേടിയാവുന്ന എക്സ്പീരിയൻസ് ആണ് തോന്നിയത്. ഇറ്റ് വാസ് സൈലൻറ്റ്, ഇറ്റ് വാസ് നോട്ട് പ്രൊഡ്യൂസിങ് എനി സൗണ്ട്, ബട്ട് ഇറ്റ് വാസ് മൂവിങ് അറ്റ് വെരി ഇൻസ്റ്റൻറ്റ് ആക്സലറേഷൻ, വെരി ഹൈ സ്പീഡ്. അപ്പോൾ എന്താണ് അതിൻ്റെ ടെക്നോളജി? അത് തിയറിറ്റിക്കലി എങ്ങനെ അത് പോസിബിൾ ആക്കാൻ പറ്റും? അപ്പോൾ ഇത്രയും മാത്രം ഹീറ്റ് ഡെസിപ്പേഷൻ, അത് ഒരു എനർജി വേണമല്ലോ. അപ്പോൾ അത് ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ തെർമൽ ഒന്നും ഇല്ല. അപ്പോൾ അതെങ്ങനെയായിരിക്കും ഒരു അല്ലേ? നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ ഭൂമിയിൽ നിന്നും വെളിയിലോട്ട് നമുക്ക് ഒരു റോക്കറ്റ് പോകണം, വെളിയിലോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി ഒരു 11-11.5 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 11.5 കിലോമീറ്ററിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സൂമിനെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിൽ നിന്നും എസ്കേപ്പ് ആയിട്ട് സ്പേസിലോട്ട് പോവുകയും അങ്ങനെ പോകാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഒരു റീ എൻട്രി സംഭവിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 7-7.5 കിലോമീറ്റർ പെർ സെക്കൻഡിലാണ് ഒരു തിരിച്ച് അവിടുന്ന് ഒരു ഇപ്പം സുനിത വില്യംസ് തിരിച്ച് താഴോട്ട് വരികയാണ്. അപ്പോൾ ആ തിരിച്ച് താഴോട്ട് വരുമ്പോഴത്തേക്കും വരുന്നത് 7 കിലോമീറ്റർ പെർ സെക്കൻഡ്. ആലോചിച്ച് പോകണം. അപ്പോൾ അത്രയും മാത്രം ഹീറ്റ് അത് ജനറേറ്റ് ചെയ്യും അല്ലേ? ഫ്രിക്ഷൻ അറ്റ്മോസ്ഫിയറുമായിട്ട് ഉരഞ്ഞിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ആ ഹീറ്റ് എങ്ങനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും? അപ്പോൾ തെർമൽ ഷീൽഡാണ് ഇത് ഉപയോഗിക്കുന്നത്. അതാണ് കത്തി തീർന്നിട്ട് കത്തുന്നത് പോലെ ഉണ്ടാകുന്നത്. അപ്പം ഇത്രയും മാത്രം ഹൈ വെലോസിറ്റിയിൽ വരുമ്പോഴത്തേക്കും ഇത് ഒരേ മാത്രമല്ല, ഈ അറ്റ്മോസ്ഫിയറിലുള്ള എയർ അതിൻ്റെ ഷീൽഡിൽ ഒരഞ്ഞിട്ടല്ല അത് കത്തുന്നത്. ഇത് മൂവ് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഇതിൻ്റെ ആറ്റംസ് അതിൻ്റെ അടിയിൽ ഇടിച്ചിട്ട് അത് അവിടെ ഇരുന്ന് തന്നെ അത് അയണൈസ് ആവുകയാണ്. അങ്ങനെ അത് പ്ലാസ്മ അത് കത്തുകയാണ്. മനസ്സിലാവുന്നത്? അങ്ങനെയാണ് ഷീൽഡ് അത് കത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൻ്റെ അപ്പോൾ നമ്മളിപ്പോൾ തള്ളുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ തള്ളിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ തള്ളി ഇത് ചിറകി മാറാൻ പറ്റുമല്ലേ? ഈ ചിറകി മാറ്റാനുള്ള സമയം കിട്ടുന്നില്ല. അത്രയും മാത്രം ആ സർഫസ് ഏരിയ തള്ളിക്കൊണ്ട് വരുമ്പോഴത്തേക്കും അടിയിലത്തെ എയറിനെ തള്ളിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ എന്തുമാത്രം ഹൈ എനർജി, 2000 സെൽഷ്യസ് മിനിമം അതിലുണ്ടാവുന്നുണ്ട്.
അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് ആണ് ഈ എല്ലാ എക്സ്പീരിയൻസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ആൾക്കാരെയും കണ്ടക്ട് ചെയ്യുന്നത് ഏകദേശം ഓർബായിട്ടും ഹൈ 90 ഡിഗ്രി ടേൺസ് എടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ചിറകൊന്നും ഇല്ലാത്ത രീതിയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു ആൻറ്റി ഗ്രാവിറ്റി ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. സ്പേസ് ടൈം കർവേച്ചറിനെ ബെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. മുമ്പിലും ബാക്കിലുമായിട്ട് ഒരു ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഒരു ചറകൽ, സ്പേസ് ടൈമിൻ്റെ അകത്തുള്ള ഒരു തെന്നി നീങ്ങലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ആ ഇനേർഷ്യ മാനിപ്പുലേഷൻ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇനേർഷ്യ അഫക്റ്റ് ചെയ്യും, പെട്ടെന്നൊന്ന് സ്റ്റോപ്പ്. CID മൂസയിൽ മറ്റേ ക്യാപ്റ്റൻ രാജ് ഇങ്ങനെ കൈ വയ്ക്കുമ്പോഴത്തെ എല്ലാവരും തള്ളി നിൽക്കുന്നത് പോലത്തെ ഇനേർഷ്യ ഉണ്ടാവും. ആ ഇനേർഷ്യ വരുന്നില്ല അവിടെ. അപ്പോൾ ഇനേർഷ്യ വരാതെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്താണ് എനർജി? പെട്രോൾ കത്തിച്ചിട്ടല്ല, ന്യൂക്ലിയർ അല്ല. അപ്പോൾ എന്താണ് എനർജി? അപ്പോൾ ഇതിൻ്റെ അകത്ത് മാറ്റർ ആൻറ്റി മാറ്റർ അനിഹിലേഷൻ ആയിരിക്കും നടക്കുന്നത്. E=mc² എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ 1 ഗ്രാമിനെയും E=mc² ഇടുമ്പം അത്രയും മാത്രം എനർജിയാണ് അത് ഉണ്ടാകുന്നത്. അപ്പം അതായത് ഫ്യൂവൽ ക്യാരി ചെയ്യേണ്ട. പക്ഷെ അതിൻ്റെ റിയാക്ടർ എങ്ങനെയായിരിക്കും? ഇതെങ്ങനെ റിയാക്ടർ ഇത്രയും ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്നു? ഇതെങ്ങനെ സംഭവിക്കുന്നു? പിന്നെ ഈ എയറിന്, ഇപ്പം എയറിൽ കൂടെ ഉള്ള മൂവ്മെൻറ്റ് സംഭവിക്കും. ഇതിപ്പോൾ സ്പേസിലുള്ള മൂവ്മെൻറ്റിൻ്റെ കാര്യം നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ അറ്റ്മോസ്ഫിയറിൻ്റെ അകത്ത് വരുമ്പോഴത്തേക്കും ഈ എയർ അവിടെ ഇതിനൊരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇതിന് ചുറ്റും ഒരു പ്ലാസ്മ അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവാം, ഹൈ മാഗ്നറ്റിസം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം. ആ ഹൈ മാഗ്നറ്റിസവും ഈ ഒരു എനർജി, അത് നമുക്ക് പറ്റാത്ത ഒരു എനർജി, ഒരു ടെക്നോളജി ഭാവിയിൽ എപ്പോഴെങ്കിലും പറ്റുന്ന ഒരു തിയററ്റിക്കലി പോസിബിളാണ്. നമുക്ക് നാനോ ടെക്നോളജി ആയി. ഇപ്പോൾ നാനോ ടെക്നോളജിയൊക്കെ അത്രയും മാത്രം ഇനിയും ഡെവലപ്പ് ആകുമ്പോഴത്തേക്കും അത് നമുക്കത് ചെറുതായിട്ട് കൊണ്ടുവരാൻ പറ്റുമായിരിക്കാം. ടൈം ട്രാവൽ ചെയ്ത് ഒരു പൊസിഷനിൽ നിന്ന് വന്നതാണെന്നുണ്ടെങ്കിലും. അപ്പോൾ അങ്ങനെ ആയിരിക്കാം, ആയിക്കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം മൾട്ടിവേഴ്സസ് ഉണ്ട്, പാരലൽ യൂണിവേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. ദിനോസറല്ലല്ലോ നമ്മൾ, മനുഷ്യരല്ലേ. ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ക്യാമറയൊക്കെ ഉണ്ടാക്കി വെച്ച് ഇത്രയും പറയാൻ പറ്റുന്നില്ലേ അല്ലേ? സ്പേസ് ടൈം ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? റിലേറ്റിവിറ്റി അല്ലേ നമ്മൾ. സ്പേസ് ടൈം കർവേച്ചർ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഗ്രാവിറ്റേഷണൽ ഇതനുസരിച്ച് സ്പേസ് ടൈമിലുള്ള ഇത് കാരണം പോവുമല്ലേ അല്ലേ? ബ്ലാക്ക് ഹോൾ മൂവ് ചെയ്യല്ലേ. അതെന്തുകൊണ്ട്? അത്രയും മാത്രം ഡെൻസ് മാറ്റർ അതിലുള്ളത് കൊണ്ട് അത് ഗ്രാവിറ്റീനെ എന്താണ് ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടല്ലേ അല്ലേ? ഒരു ന്യൂട്രോൺ സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റില്ല, അത്രയും മാത്രം ഹൈ ഇതില്ലേ. അപ്പോൾ അല്ലേ, അപ്പം ആൻറ്റി മാറ്റർ, എങ്ങനെ ആൻറ്റി മാറ്റർ ഉണ്ടാക്കുന്നത്? നമ്മളെ ഗ്രേറ്റ് ഹാഡ്രോൺ കൊളൈഡർ, അതിപ്പം ഇതിൻ്റെ പോലത്തെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ആൻറ്റി മാറ്റർ ഉണ്ടാക്കുന്നത്? അപ്പോൾ ആൻറ്റി മാറ്റർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ആൻറ്റി മാറ്റർ സ്റ്റേബിളായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സർഫസുമായിട്ട് തട്ടിക്കഴിഞ്ഞാൽ അനിഹിലേറ്റ് ആയി പോകും. അത് വലിയ പൊട്ടിത്തെറിയായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ട്യൂബ്, നമ്മൾ ഈ സിനിമയിലെ കാണുന്നില്ല, ഒരു ട്യൂബിൻ്റെ അകത്ത് നടുക്കിരുന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൻറ്റി മാറ്റർ, അതൊരു മാഗ്നറ്റിസം വെച്ചിട്ടാണ് അത് അതിനെ ലെവിറ്റേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പം അത് അത്രയും ചെറിയ ക്വാണ്ടിറ്റിയിൽ 1 ഗ്രാം പോലും നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. വളരെ 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 ചെറുതാണ്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും അത് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും, അത് അനിഹിലേഷൻ സംഭവിക്കുമ്പോഴത്തേക്കും ഗാമ റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഗാമ റേഡിയേഷനിൽ നിന്ന് നമുക്ക് ഷീൽഡിങ് വേണം. അപ്പോൾ അത് എന്ത് ഷീൽഡിങ് മെറ്റീരിയലായിരിക്കും അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അല്ല. ഇതൊക്കെ തിയറിറ്റിക്കലി, ഇത് എഞ്ചിനീയറിംഗിൽ പോസിബിളാണ്. നിങ്ങൾ എഞ്ചിനീയറിങ് ഈ കേരള യൂണിവേഴ്സിറ്റിയിലും MITയിലും VITയിലും SRMലും ഒക്കെ പഠിക്കുന്നത് ഇത് പഠിക്കുന്നുണ്ട്. ചുമ്മാ അവിടെ പോയി പേപ്പർ 50 പേപ്പറും ക്ലിയർ ചെയ്തിട്ട് എവിടെയെങ്കിലും പോയി 50,000 രൂപ ജോലിക്ക് 1 ലക്ഷം രൂപയ്ക്ക് ജോലിക്ക് പോയിട്ട് EMI അടയ്ക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് നടക്കില്ല. അങ്ങനെ അല്ലാത്ത ആൾക്കാരായിരുന്നു ടെസ്ലയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവരിരുന്ന് ചിന്തിച്ചത് കൊണ്ടാണ് പല ടെക്നോളജിയും ഉണ്ടായത്. AC കറണ്ട്, DC കറണ്ട്, ഇതൊക്കെ ഉണ്ടായത്. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്പാനർ തിരിക്കാൻ വേണ്ടി പോയ എഞ്ചിനീയേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ. ഫോർഡിൻ്റെ കമ്പനിയിൽ പോയിരുന്നിട്ട് കാർ ഉണ്ടാക്കുമ്പോഴത്തേക്കും തിരികി. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോഴത്തേക്കും അടിമ പോലെ ചെയ്യാൻ പറ്റി. അപ്പം കാൽസിഫൈഡ് ആയിട്ടുള്ള ബ്രെയിനും ചിന്തിക്കാൻ പറ്റാത്ത ബ്രെയിനും അടിമകളാക്കിയും ഒക്കെ നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അകത്ത് നമുക്ക് ഇത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് പോകാനായിട്ടുള്ള സമയമില്ല, സാമ്പത്തികമില്ല, ശേഷിയില്ല, എനർജി ഇല്ല. വീട്ടിൽ പോയി ഉറങ്ങണം, നാളെ EMI അടക്കമുള്ള പരിപാടി നോക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതൊന്നും ആലോചിച്ചിരിക്കാൻ പറ്റത്തില്ല അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് അല്ലേ, എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്? അപ്പോൾ മാഗ്നറ്റിക് ലെവിറ്റേഷൻ, അയണൈസേഷൻ, അറ്റ്മോസ്ഫിയറിനെ അയണൈസ് ചെയ്തതിന് ശേഷം, അതാണ് ഈ അയണൈസേഷൻ സംഭവിക്കുമ്പോഴത്തേക്കും അത് പ്ലാസ്മ ഉണ്ടായതിന് ശേഷം അതിൻ്റെ അകത്തുകൂടെ പോകുമ്പോഴത്തേക്കും ഈ പ്ലാസ്മ എന്ത് ചെയ്യും? അത് ഒരു പ്ലാസ്മ ഫോർ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. നമ്മൾ അതിനെക്കുറിച്ച് പ്ലാസ്മ TV എന്ന് പറയുന്നതല്ലാണ്ട് അതുപോലും നമുക്കില്ല. ഈ ടെക്നോളജീസ് ഒന്നും നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ല. അപ്പോൾ പ്ലാസ്മ ടെക്നോളജീസ്
ഒക്കെ ഇനി നല്ല രീതിയിൽ വരും. പക്ഷെ അതിന് മാത്രം നമുക്കൊരു ഒരു ടെക്നോളജി, എനർജി എഫിഷ്യൻ്റ് ടെക്നോളജി ഇല്ല. നമ്മൾ ഇപ്പോഴും ഡാം കെട്ടി നിർത്തിയിട്ട് പൊട്ടൻഷ്യൽ എനർജിന്ന് നമ്മൾ വെള്ളത്തിനെ ഇങ്ങനെ വിട്ട് ടർബൈൻ കറക്കി ഇലക്ട്രിസിറ്റി ആക്കുന്നേ ഉള്ളൂ. അല്ലാതെ നമ്മളെ ഇഷ്ടം പോലെ ഇലക്ട്രിസിറ്റി ഈ അയണോസ്ഫിയറിൽ കിടപ്പുണ്ട്. അതിന് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാം, സോളാർ എനർജി നമുക്ക് എടുക്കാം. ഇതൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഇത് വിറ്റ് നമുക്ക് കാശ് അയക്കാൻ പറ്റത്തില്ല, ഫ്രീ ആയിപ്പോവും, ഫ്രീ എനർജി ആയിപ്പോവും. നമ്മളെ സിസ്റ്റം എക്കണോമിക്സിലാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ആൾക്കാരെ എങ്ങനെ അടിമയാക്കാം, ജോലി ചെയ്യിപ്പിക്കാം, ഇത്രയും മാത്രം ഇതിനെ എങ്ങനെ യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് നിൽക്കുന്നത്. ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഏലിയൻ വന്ന് ഒരു നമ്മളൊരു ഹയർ അതോറിറ്റി നമ്മൾക്ക് വരാനായിട്ട് പറ്റിയാലേ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളേറ്റവും ഹയർ അതോറിറ്റി ആരൊക്കെയാണ്? നമ്മളിപ്പോൾ കണ്ട പിണറായിയും വി ഡി സതീശനും മോദിജിയും ട്രംപും ഇതൊക്കെയാണ് നമ്മളെ ഹയർ അതോറിറ്റി. ഇവർ ഹയർ അതോറിറ്റി ആയിട്ട് നമ്മളിപ്പം ഈ കോൺസ്പിറസി തിയറീസ് പറയുന്ന ആൾക്കാർ ഇലുമിനാറ്റിയുടെ കഥയും അതും ഇതും എലൈറ്റ്സ് അതാണ് ഇതാണ് റെപ്റ്റീലിയൻസ് എന്നൊക്കെ പറഞ്ഞ് വരും. അപ്പോൾ അല്ലേ, അപ്പം ഇതേപോലത്തെ ആൾക്കാർ, വലിയ വലിയ ആൾക്കാർ, വലിയ വലിയ ഏലിയൻസ് ഇഷ്ടംപോലെ ഉണ്ട്. എർത്ത് പോലത്തെ ലൈഫ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ എണ്ണാൻ പറ്റാത്തത്രയുണ്ട്. അതിൻ്റെ അകത്താണ് നമ്മൾ ഇരുന്നിട്ട് കഷ്ടപ്പെട്ട് EMI അടക്കമുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നത്, കേസും വഴക്കുമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഇല്ലാത്ത കഥയും റിലീജിയൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രൊപ്പൽഷൻ എന്തൊക്കെയാണ്? പ്രൊപ്പൽഷൻ എന്നുള്ളത് മനസ്സിലായില്ലേ? എന്തൊക്കെ ഇപ്പോൾ പ്രൊപ്പൽഷൻ നമ്മൾ പഠിച്ച് ഇനേർഷ്യ മാനിപ്പുലേഷൻ, ഇൻസ്റ്റൻറ്റേനിയസ് ആക്സലറേഷൻ, സ്പേസ് ടൈം ബെൻഡിങ്, പ്ലാസ്മ എൻവലപ്പ്, അയണൈസേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് മോളിക്യൂൾസ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ്. ഹൈ എനർജി പവർ സോഴ്സ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും പവർ സോഴ്സ്? കോമ്പാക്റ്റ് ഫ്യൂഷൻ റിയാക്ഷൻ, അതേപോലെ മാറ്റർ ആൻറ്റി മാറ്ററിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഹൈ ഡെൻസിറ്റി അഡ്വാൻസ്ഡ് ബാറ്ററീസ്, അതെന്ന് അറിഞ്ഞൂടെ. ഇതൊക്കെ നമുക്ക് പോസിബിലിറ്റി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ പറയാം? എന്താണ് ആൻറ്റി മാറ്റർ? ഈ ഇലക്ട്രോൺ ഉള്ളതുപോലെ തന്നെ പോസിട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉള്ളതുപോലെ തന്നെ ആൻറ്റി പ്രോട്ടോണും, ന്യൂട്രോൺ ഉള്ളതുപോലെ ആൻറ്റി ന്യൂട്രോണും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് 1 gram ഓഫ് മാറ്റർ ഉണ്ടെങ്കിൽ 1 gram ഓഫ് ആൻറ്റി മാറ്റർ അഗെയിൻ സെറ്റ് ഉണ്ട്. അപ്പോഴത്തേക്കും അത് രണ്ടും കൂടെ 2 gram ആകുമ്പോഴത്തേക്കും 0.002 kilogram ആവുന്നു. അപ്പോൾ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 0.002 × 3 × 10⁻⁸ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1.8 × 10⁻14 ജൂൾസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം. എനിക്ക് എൻ്റെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ 43 കിലോടൺ TNT പൊട്ടുന്നതാണ് വെറും 2 gram മാറ്റർ ആൻറ്റി മാറ്റർ അനിഹിലേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ടെക്നോളജി ഉണ്ട്, ഇതവിടെ ഇരിപ്പുണ്ട്. ഇതെങ്ങനെയെങ്കിലും നമ്മൾ ചെയ്താൽ മാത്രം മതി. ഇതിനുള്ള ടെക്നോളജി മാത്രം വന്നാൽ മതി. ഈ മൊബൈൽ ഉണ്ടായത് ടെക്നോളജി നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടല്ലോ. എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് എന്തോ അത്ഭുതം പോലെ തോന്നുന്നു. എന്തോ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ഏലിയൻ ടെക്നോളജി ചെയ്തതുപോലെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. അല്ലാണ്ട് ഇത്രയും മാത്രം ഹൈ മാത്തമാറ്റിക്സ് ഒന്നും പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവൊന്നും നമുക്കില്ല. അപ്പം അത് എങ്ങനെ ഇതൊക്കെ സംഭവിച്ചു ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ കോഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് നമ്മൾ സ്റ്റക്കായി. ഇപ്പോൾ മൊബൈൽ കഴിഞ്ഞ്, ഇതിൻ്റെ പരിപാടി കഴിഞ്ഞ്, സ്നാപ്ഡ്രാഗൺ ഇതിൻ്റെ പ്രോസസ്സർ ഇതുകൊണ്ട് കഴിഞ്ഞു. ഇനി കൂടുതലൊന്നും നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. അപ്പം പിന്നെ അപ്പം ഞാനേ കണ്ടുള്ളൂ. ബാലാമണിയെ പോലെയാണ് ഞാൻ വന്ന് പറഞ്ഞിട്ട് ആർക്കും വിശ്വാസമാവുന്നില്ല. ഇപ്പം നമ്മളെ ഇന്ത്യൻ എയർഫോഴ്സിലെ ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിന്യൂസ്ലി എയറിൽ പോകുന്ന ആൾക്കാർ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇവർ കണ്ടിട്ടുണ്ട്. ഇതൊന്നും അവർ പറയുന്നത് വന്നിരുന്ന് യൂട്യൂബിൽ പറയേണ്ട ആവശ്യമില്ല. അവർ വന്നിരുന്ന് കൈരളി TV-യിൽ വന്നിരുന്ന് പറയേണ്ട ആവശ്യമില്ല. സൂര്യ TV-യിൽ വന്നിരുന്ന് പറയേണ്ട ആവശ്യമില്ല. അവരെ നിലവാരത്തിലുള്ള ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ട്. ചില ആൾക്കാർ ഇതേപോലെ കാണാൻ, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇപ്പം ഷൂട്ടിംഗ് സ്റ്റാർ കാണാത്ത എത്ര ആൾക്കാരുണ്ട്. മോളിൽ കൂടെ നമ്മളെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പോണത് കണ്ടിട്ടില്ലാത്ത എത്ര ആൾക്കാരുണ്ട്. ഇതൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുകയാണ്. ഭൂമി പരന്നെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും 15,000 കൊല്ലമേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് സുവിശേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും എന്ത് വിരോധാഭാസമാണെന്ന് ആലോചിക്കണേ. അയ്യോ. അപ്പോൾ അതൊക്കെയാണ് കാര്യം. അപ്പം നിങ്ങൾക്ക് UFOനെ പറ്റിയുള്ള സംഭവങ്ങൾ US-ൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് ഇരുന്ന എല്ലാ വീഡിയോസും കണ്ടു നോക്കുക. ഇതൊന്നും പറയുന്നത് തലയ്ക്ക് ആളുതാമസം ഇല്ലാത്തതോ ഒന്നും ആൾക്കാരൊന്നും അല്ല. ഹൈലി ഇൻ്റലിജൻറ്റ്, കഷ്ടപ്പെട്ട് ആ പൊസിഷനിൽ എത്തിയ ആൾക്കാർക്ക് അത് വന്നപ്പോഴത്തേക്കും, അത് കണ്ടപ്പോഴത്തേക്കും, അത് പറയുമ്പോഴത്തേക്കും അത് പറ്റുന്നില്ല. സൂൺ അത് റിവീൽ ചെയ്യപ്പെടും. അത് പ്രോജക്റ്റ് ബ്ലൂ ബീമിൻ്റെ ഭാഗമായിട്ട് ഫേക്കായിട്ട് ഏലിയൻസിൻ്റെ പ്രസൻസ് കൊണ്ടുവന്നിട്ട് എസ്കറ്റോളജിക്കൽ
ഒരു ഒരു റിലീജിയസ് എൻഡ് കൊണ്ടുവന്നിട്ട് ഒരു കാലചക്രത്തിൻ്റെ റീസെറ്റിംഗ് സംഭവിപ്പിച്ചിട്ട് ആൾക്കാരെ വേറെ ഒരു ഡിസ്റ്റോപ്പിക്കായിട്ടുള്ള ഒരു കോമൺ പുതിയൊരു ന്യൂ ഏജിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയായിട്ടുള്ള പരിപാടി ലോട്ടാണ് ഇത് പോകുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എൻട്രോപ്പി എപ്പോഴും ഡിസോർഡറിലോട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും. എത്രത്തോളം ഓർഡറിന് വേണ്ടി എനർജി സപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും അത് ഡിസോർഡറിലോട്ടായിരിക്കും പോകുന്നത് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മളിവിടെ പെട്രോളിൽ എത്തനോൾ ചേർക്കുന്ന കഥയും ഡീസലിൽ ഐസോബൂട്ടനോൾ ചേർക്കുന്ന കഥയും ഒക്കെ ആയിട്ട് ആൾക്കാരെ പറ്റിച്ച് ഇതൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാം കെട്ടി മുല്ലപ്പെരിയാർ പൊട്ടുവോ പൊട്ടൂലയോ, ഇപ്പോൾ അടുത്ത മഴക്കാലമായി, അതിപ്പം എപ്പം വേണോ പൊട്ടാം. അതിപ്പോൾ ഇങ്ങനെ പൊട്ടാതിരിക്കും? എൻട്രോപ്പി പ്രകാരം അത് പൊട്ടിയേ പറ്റൂ. അതെങ്ങനെയാണ് പൊട്ടാതിരിക്കുന്നത്? അത് കുഴപ്പമില്ല എന്ന് പറയുക. വി.ഡി. സതീശൻ സംസാരിക്കുന്നുണ്ടോ? പിണറായി സംസാരിക്കുന്നുണ്ടോ? ഇവർക്ക് എന്താ ഇതെന്ന് അറിഞ്ഞൂടെ? ഇവരൊക്കെ സേഫാണ്, എല്ലാ ആൾക്കാരും സേഫാണ്. ഇത് സംസാരിക്കത്തില്ല. ചില പല കോൺസ്പിറസി തിയറിയോടെ തന്നെ ബന്ധം ഉണ്ടാവും, എസ്കറ്റോളജിക്കൽ ഇതുമായിട്ട് ബന്ധം ഉണ്ടാവും. എൻ ടൈമിൽ ഉണ്ടാകുന്ന അവിടെ ന്യൂക്ലിയർ ബോംബ് പൊട്ടുമ്പോൾ ഇവിടെ ഇത് പൊട്ടുന്നു. എല്ലാ ആൾക്കാരും ഒരു പേടിപ്പെടുത്തുന്ന സംഭവത്തിലോട്ട് കൊണ്ടുവരുന്നു. ഒരു ഏലിയൻ വരുന്നു, അതിനെ ദൈവമാണെന്ന് പറയുന്നു, ജീസസ് തിരിച്ചു വന്നെന്ന് പറയുന്നു, ഇനി എല്ലാം പുതിയ ഓർഡറിലോട്ട് എത്തിയെന്ന് പറയുന്നു. ഓക്കെ, 2000 അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെ? ചാപ്റ്റർ 1 വീണ്ടും ചാപ്റ്റർ 1 എത്താതിരിക്കാനായിട്ട് ഒരു എനർജി ഇൻപുട്ട് ചെയ്ത് കുറച്ചും കൂടെ എൻതാൽപ്പി കൂട്ടിക്കൊടുത്ത് അതിന് പുതിയൊരു ഡാം കെട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് മുല്ലപ്പെരിയാറിന്. അപ്പം ഏലിയൻ വരേണ്ടി വരും മിക്കവാറും അത് കെട്ടാനായിട്ട്. വിജയണ്ണനൊക്കെ നമ്മൾ വിജയണ്ണൻ ഫാൻസ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാലൊന്നും വിജയണ്ണനെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റൂല. അപ്പോൾ എന്ത് മനസ്സിലായി? ഇത്രയും ടെക്നോളജീസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ടെക്നോളജി തിയറിറ്റിക്കൽ ഇതിൽ നിന്ന് അത് പ്രാക്ടിക്കൽ ഹൈപ്പോത്തിസിസ് ഒന്നും അല്ല. ഇതൊന്നും ഹൈപ്പോസിസ് അല്ല. ആൻറ്റി മാറ്റർ അനിഹിലേഷൻ ഒന്നും ഹൈപ്പോസിസ് അല്ല, അല്ലേ? സേണിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും ഹൈപ്പോസിസ് അല്ല. ഗ്രേറ്റ് ഹാഡ്രോൺ കൊളൈഡർ ഹൈപ്പോസിസ് ആണോ? അല്ല. പാർട്ടിക്കിൾ കൊളൈഡറിനെ പറ്റിയൊക്കെ നിങ്ങൾ പഠിക്കണം. എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ഇവിടെ ബാംഗ്ലൂർ ഇരിക്കുന്നതോ സിലിക്കൺ വാലി ഇരിക്കുന്നതോ ആയിട്ടുള്ള കാര്യം മാത്രമല്ല. ഹൈലി ഇൻ്റലിജൻ്റ് ആൾക്കാരുണ്ട്, ഹൈലി ഇൻ്റലിജൻ്റ്. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല, നമുക്കൊന്നും തൊടാൻ പറ്റില്ല, അവരുടെ അടുത്തൊന്നും പോകാൻ പറ്റില്ല. അവരുടെ നിലവാരമേ വേറെയാണ്. ഫ്രീ എനർജീനെ പറ്റി നിങ്ങൾ പഠിക്കണം. മീൻവണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യത്തില്ല എന്നുള്ളത് എനിക്കറിയാം. ഇവിടം വരെ എത്തത്തില്ല എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ വേറെ വീഡിയോ കാണാം. ടിൽ ദെൻ ശിവ സൈനിങ് ഔട്ട്. പീസ് ഔട്ട്. ബൈ. ലവ് യു ഓൾ.